പാലക്കാട് കുഴൽപ്പണം കടത്തുകാർ എന്ന് തെറ്റിദ്ധരിച്ച് വ്യാപാരിയുടെ വാഹനം തട്ടിയെടുത്ത ഇന്നോവ കാർ തൃശൂർ പുതുക്കാടാണ് ഉപേക്ഷിച്ചത്. 4-അംഗ സംഘം പാലക്കാട് നോർത്ത് പോലീസിന്റെ പിടിയിലായി. നടരാജ് പരശുരാം വിവരങ്ങളുമായി ചേരുകയാണ്. നടരാജ്, ഇതെന്താണ് സംഭവം? ഈ വാഹനത്തിൽ പണം ഉണ്ട് എന്ന് കരുതിയാണോ ഈ വാഹനം തട്ടിയെടുത്തത്? മഹേഷ്, വെള്ളിയാഴ്ചയാണ് സംഭവം നടക്കുന്നത്. രാവിലെ ഒലോക്കോട് വെച്ച് കാറിലെത്തിയ സംഘം കാർ തട്ടിയെടുത്തതാണ്. അതിൽ കള്ളപ്പണമുണ്ടെന്ന വിവരത്തിൽ തെറ്റിദ്ധരിച്ചാണ് അവർ എടുത്തത്. മലപ്പുറം മഞ്ചേരി സ്വദേശി മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്നോവയാണ് തട്ടിയെടുത്തത്. മലഞ്ചരക്ക് വ്യാപാരവുമായി ബന്ധപ്പെട്ട് പാലക്കാടത്ത് തിരിച്ചു പോകുന്നതിനിടെയാണ് സംഭവം. മുനീറിന്റെ സഹോദരൻ ഷമീർ, സുഹൃത്തുക്കളായ മുഹമ്മദ് ഫാരിസ്, ലിഗിൻ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. ഈ ഒലോക്കോട് ഭാഗത്ത് വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ അക്രമി സംഘം ഇടിപ്പിക്കുകയായിരുന്നു. പിന്നെ അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം കാർ തട്ടിയെടുക്കുകയായിരുന്നു. പിന്നീട് പുതുക്കാട് ഭാഗത്ത് എത്തിയിട്ടാണ് ഇവർ കാർ മൊത്തം പരിശോധിക്കുന്നതും മറ്റും. 4 പേരാണ് കാറിൽ കയറി. കാറിലുണ്ടായിരുന്ന 2 പേരെ മുഖത്ത് മുളക് സ്പ്രേ അടിച്ച് ഭീഷണിപ്പെടുത്തി കാർ തട്ടിയെടുത്തത്. എവിടെയാണ് പണം ഒളിപ്പിച്ചിരിക്കുന്നത് എന്നായിരുന്നു ഇവരുടെ ചോദ്യം. പണമില്ലെന്ന് പറഞ്ഞോടെ മർദ്ദിക്കുകയായിരുന്നു. പിന്നീട് ഇവരുടെ കൈവശമുണ്ടായിരുന്ന 15,000 രൂപയും മൊബൈൽ ഫോണുകളൊക്കെ തന്നെ തട്ടിയെടുക്കുകയായിരുന്നു. പിന്നീട് പുതുക്കാടെത്തി വാഹനം മൊത്തം പരിശോധന നടത്തി അവിടെ വാഹനം ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്നാണ് പുതുക്കാട് പോലീസും സ്ഥലത്തെത്തിയത്. പാലക്കാട് പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതികളെ പാലക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഇത്തരം കവർച്ചയുമായി ബന്ധപ്പെട്ടും കുഴപ്പങ്ങളുമായി ബന്ധപ്പെട്ടും പാലക്കാട് പോലീസ് അന്വേഷണം തുടരുകയാണ്.